നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മൂന്നാം തുടർഭരണമുണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. BJPയെയും RSSനെയും അകറ്റി നിർത്തുക എന്നതാണ് ലക്ഷ്യം. ആര് വോട്ട് ചെയ്താലും വേണ്ട എന്ന് പറയില്ലെന്നും ബിനോയ് വിശ്വം. സ്കൂളിൽ നിന്നും കേബിളുകൾ മോഷ്ടിച്ചു. യുവാവ് അറസ്റ്റിൽ. വാളത്തുങ്കൽ സ്വദേശി ഡാനി എന്നറിയപ്പെടുന്ന അജിത്താണ് അറസ്റ്റിലായത്. ശാസ്താംകോട്ടയിൽ ആവേശം വിതറി BJP ദേശീയ സമിതി അംഗം ഖുശ്ബു. കുന്നത്തൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി രാജീവ് പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഖുശ്ബു എത്തിയത്. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡ് ഷോ. ബസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് KSRTC ബസ് യാത്രികർ. അലിമുക്ക് അച്ചൻകോവിൽ റോഡിലായിരുന്നു സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. അഞ്ചൽ ആലഞ്ചേരിയിൽ വർക്ക്ഷോപ്പിൽ മോഷണം. ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രത്തിന് സമീപമുള്ള ജോബിൻ 2-വീലർ വർക്ക്ഷോപ്പിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. 20,000 രൂപയും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടതായി പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മോഷ്ടാവിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ക്ഷേമനിധിയുടെ പൈസ പേ ചെയ്തതിൻ്റെ കുറേ ബില്ലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരുടെ ഓയിലും പണിയൊക്കെ ചെയ്തതിൻ്റെ എഴുതി വച്ചിരുന്ന പേപ്പർ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൊണ്ടുപോയി തിരിച്ച് ഒരു ഒന്നുമില്ലാതെ 3 ബുക്കാണ് എടുത്തുകൊണ്ട് പോയി. 2 ബുക്കും ഒരു പേഴ്സോ കൊണ്ടുപോയിരുന്നു. പിന്നെ ഞാൻ അപ്പം തന്നെ ഏത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. ഇവിടെ വന്നവർ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അഞ്ചൽ ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന ജോബിൻ 2-വീലർ വർക്ക്ഷോപ്പിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സ്ഥാപന ഉടമ ബാബുക്കുട്ടൻ രാവിലെ വർക്ക്ഷോപ്പിൽ നിന്നും മേശ പൂട്ടി ചായ കുടിക്കാനായി അടുത്ത കടയിലേക്ക് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് മേശ കുത്തി തുറന്ന നിലയിൽ കണ്ടത്. മേശ പരിശോധിച്ചപ്പോൾ സൂക്ഷിച്ചിരുന്ന 20,000 രൂപയും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ഉടൻ തന്നെ ഏരൂർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് വണ്ടി റോഡിൽ നിന്ന് റിവേഴ്സ് ഇറങ്ങി വന്നു. കടയ്ക്കകത്തോട്ട് കയറി തിരിച്ച് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ചൊക്കെ വരുന്നപ്പോൾ ആളിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. CCTV നോക്കിയിട്ട് ക്ലിയർ ആയില്ല. പുള്ളി എന്നായിരിക്കും ഈ പൈസ കൊണ്ടുപോകാനെന്ന് എൻ്റെ ഉറപ്പ്. കാരണം വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. നമ്മൾ CCTV കംപ്ലീറ്റ് പരിശോധിച്ചിട്ടുണ്ട്. പുള്ളിയാണ് എടുത്തുകൊണ്ട് പോയാൽ 100%. പക്ഷെ ആളെ തിരിച്ചറിഞ്ഞാൽ ആ ആള് നന്നായി. പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മോഷ്ടാവിനെ കുറിച്ചുള്ള സൂചനകളും ലഭിച്ചു. മോഷ്ടാവിനെ ഉടൻ പിടികൂടുമെന്ന് ഏരൂർ പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംവാദം സംഘടിപ്പിച്ചു. LDF കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംവാദം സംഘടിപ്പിച്ചത്. CPIM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് സംവാദത്തിൽ പങ്കെടുത്തു. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MS താരയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് സംവാദം സംഘടിപ്പിച്ചത്. ആധിപത്യവും അടിമത്വവും അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക തുടങ്ങിയ അവരുടെ രാഷ്ട്രീയ താല്പര്യം നടത്തുവാനാണ് അവർ ഭരണഘടനാദത്തമായി നമ്മുടെ അവകാശങ്ങൾ തകർത്ത് ധരിപ്പണമാക്കുന്നത്. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന പല അവകാശങ്ങൾ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഭരണഘടനാദത്തമായ അവകാശങ്ങളെ അവർ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണ്. നാം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേവലമായ അർത്ഥത്തിലല്ല ജനാധിപത്യത്തെ നാം നോക്കിക്കാണുന്നത്, നാം ഉപയോഗിക്കുന്നത്. ഈ ജനാധിപത്യത്തെ നമുക്ക് അർത്ഥപൂർണ്ണമാക്കണമെങ്കിൽ വലിയ സമരങ്ങൾ നടത്തിയതുകൊണ്ട് ആ സമരങ്ങൾ നടക്കുന്ന ഇടം കേരളമാണ്. കാരണം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നമുക്ക് ജനങ്ങളെ കൂട്ടിയിട്ടതുണ്ട്, അണിനിരത്തേണ്ടതുണ്ട്. കാരണം RSS വൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ നമുക്ക്
നമുക്ക് പുനർനിർമ്മിക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ കൂടുതൽ കരുത്തോടുകൂടി ശക്തിയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതുണ്ട്. ലൈഫ് ഈസ് റൈറ്റ് എന്ന പേരിൽ കരുനാഗപ്പള്ളിയിലാണ് സംവാദം സംഘടിപ്പിച്ചത്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് M. ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. CPIM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. LDF നേതാക്കളായ സൂസൻ കോടി, RS അനിൽ, A. അനിരുദ്ധൻ, ജഗജ്ജീവൻ ലാലി, ദീപാചന്ദ്രൻ, അഡ്വക്കേറ്റ് KP സജിനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അലിമുക്ക് അച്ചൻകോവിൽ റോഡിൽ ബസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് KSRTC ബസ് യാത്രികർ. പുനലൂർ ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട ബസ് കോന്നി വനം ഡിവിഷനിൽ കീഴിൽ വളയം കളരി ഭാഗത്തെത്തിയപ്പോഴാണ് കാട്ടാന പാഞ്ഞെടുത്തത്. രാവിലെ മുതൽ ആന പാതയിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നതായി യാത്രക്കാർ പറയുന്നു. അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നാണ് KSRTC ബസ് തലനാടിരയ്ക്ക് രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. രാവിലെ 9-ന് പുനലൂർ ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട ബസ് കോന്നി വനം ഡിവിഷന്റെ കീഴിൽ വളയം കളരി ഭാഗത്തെത്തിയപ്പോഴാണ് കാട്ടാന നേരെ വന്നത്. ദൂരെ വെച്ച് തന്നെ പാതയിലൂടെ നടന്നു വരുന്ന കാട്ടാനയെ കണ്ട് ഡ്രൈവർ ബിജു ബസ് നിർത്തിയിട്ടു. എന്നാൽ ആന ഏറെ നേരം പാതയിൽ തുടർന്ന ശേഷം ബസിന് നേരെ നടക്കുകയും പെട്ടെന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുമ്പിക്കൈ ഉയർത്തിയതിനൊപ്പം കൊമ്പുകൊണ്ട് കുത്താനും ശ്രമിച്ചു. ബസ് ജീവനക്കാരും യാത്രക്കാരും ഒച്ചവെച്ചതോടെ ബസിന്റെ ഒരു വശത്തുകൂടി ഒഴിഞ്ഞുമാറി ആന കാട്ടിലേക്ക് പോയി. തിങ്കളാഴ്ചയായതിനാൽ സർക്കാർ ജീവനക്കാരും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ബസ്സിലുണ്ടായിരുന്നു. കാട്ടാന മുഖാമുഖം എത്തിയതോടെ യാത്രക്കാർ ഭയന്നു വിറച്ചു. ആന നടന്നകന്നതോടെയാണ് ഭീതി ഒഴിവായത്. ഈ സമയം ഒട്ടേറെ ബൈക്ക് യാത്രികരും മറ്റു വാഹനയാത്രക്കാരും പാതയിൽ ഉണ്ടായിരുന്നതായി കണ്ടക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. രാവിലെ മുതൽ ആന പാതയിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നതായും യാത്രക്കാർ പറയുന്നു. വളയം ഒരു കാവ് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേന് ആന റോഡിൽ കൂടെ നടക്കൂടെ വരും. നമ്മൾ കുറച്ചു നേരം റിവേഴ്സ് എടുത്ത് മാറ്റി സൈഡിലേക്ക് നിർത്തി. എന്നിട്ട് ആന മുന്നോട്ട് പോകുന്നുണ്ട്. രാത്രി പെട്ടെന്നൊരു പായക്കം പാകി. പക്ഷെ പായത്തിന് തൊട്ട് മുന്നേ വരെ ഇവിടം വരെ ഒന്ന് കൊമ്പ് ഗ്ലാസ്സിലൊക്കെ കൊമ്പ് അടുപ്പിച്ച് നിന്നു. പിന്നെ വണ്ടിക്കെതിരുന്ന ആളുകൾ ബഹളം ഉണ്ടാക്കി എന്നൊക്കെ ആക്കിയപ്പോഴത്തേന് ആന സൈഡിൽ കൂടെ പിന്നെ കുറച്ചു നേരം മാറി നിന്നിട്ട് പിന്നെ സൈഡിൽ കൂടെ പോവുകയായിരുന്നു. മുമ്പ് ആന പ്രശ്നം നല്ല ഉണ്ടാവില്ല. 2-3 കൊല്ലത്തിന് ഒരു അരമണിക്കൂർ എന്നെ തടഞ്ഞിട്ടതാണ് കോളപ്പാലത്തിന്റെ അവിടെ. സാമീപ്യമുണ്ടെങ്കിൽ ഇത്രയും വളരെ ഭീകരമായ ഒരു ആനയായിട്ട് വളരെ മുഖാമുഖം നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ആന വന്ന് നമുക്ക് കൊമ്പ് കോർക്കുന്ന രീതിയിലേക്കായിരുന്നു അതിന്റെ പ്രവർത്തനം. നമ്മൾ വിചാരിച്ച മിക്കവാറും ബസ് അടിച്ച് മറിക്കുന്ന ലക്ഷണം തന്നെ ഗ്ലാസ് പൊട്ടുന്നുള്ള ഉറപ്പ് ഷുവർട്ടി ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വളരെ ഭയപ്പാടി ഇരിക്കുകയായിരുന്നു. നമ്മൾ കുറേ ദൂരം ആന വരുന്നതുകൊണ്ട് പിന്തിരിഞ്ഞ് പോയിട്ട് റിവേഴ്സ് കൊടുത്തെങ്കിലും ആന ഒഴിഞ്ഞു മാറുന്ന ലക്ഷണത്തേക്ക് വന്നില്ല. ആന നേരിട്ടൊരു ആക്രമണത്തിന് തന്നെ മുതിർന്നു വരുന്ന സിറ്റുവേഷനാണ് നമുക്ക് ഇപ്പം ഫീൽ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല പരപ്പാർ ഡാം തുറന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. സമീപ പ്രദേശങ്ങളിലെ ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. വേനൽ കടുത്തതോടെയാണ് തെന്മല പരപ്പാർ ഡാം തുറന്നത്. കാർഷിക വിളകൾ നശിക്കുകയും കിണറുകൾ വറ്റി ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലുമാണ് ഡാം തുറന്നുവിട്ടത്. ഡാം തുറന്നതോടെ പ്രധാന കനാൽ, ഡബ് കനാൽ, മറ്റ് ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. ഇതോടെയാണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. നീന്തൽ വശമില്ലാത്ത കുട്ടികൾ ജലാശയങ്ങളിൽ കുളിക്കുവാനും വിനോദത്തിനുമായി എത്തുന്നത് പതിവാണ്. കനാലിലെ ഒഴുക്കിൽ കുളിക്കാനിറങ്ങുന്നത് അപകട സാധ്യത ഉണ്ടെന്നിരിക്കെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. 3ാം തുടർഭരണം ഉണ്ടാകുമെന്നും BJPയെയും RSSനെയും അകറ്റി നിർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കൊല്ലം പ്രസ് ക്ലബിൽ വോട്ടും വാക്കും എന്ന സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3ാം തുടർഭരണം ഉണ്ടാകുമെന്നും ആര് വോട്ട് ചെയ്താലും വേണ്ട എന്ന് പറയില്ല എന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വോട്ടും വാക്കും സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. BJPയെയും RSSനെയും അകറ്റി നിർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയും RSSും അഴിച്ചുവിട്ട ആക്രമണങ്ങളെ മറച്ചുവെക്കാൻ വേണ്ടി ഈ ബിഷപ്പ്മാരുടെ വരവിനെ നല്ലവണ്ണം ലോകത്തെല്ലാം RSS കൊണ്ടായി. അത് മനഃപൂർവ്വം ചെയ്തൊരു നാടകമായിരുന്നു. ബൈബിൾ പറയുന്നുണ്ട്, നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതെന്ന്. അത് മറന്നുകൊണ്ട് ക്രിസ്തീയ വിഭാഗങ്ങളിൽപ്പെട്ട ചില ബിഷപ്പുമാർ, എല്ലാവരുമല്ല, ചിലർ നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചു. അവർക്കടക്കം ഇപ്പോൾ ബോധ്യമായി. പ്രസ് ക്ലബ് ഭാരവാഹികൾ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി.
കൊല്ലം പ്രസ് ക്ലബ് ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. മസ്റ്ററിംഗ് എല്ലാ അംഗീകൃത ഓൺലൈൻ സെന്ററുകൾക്കും അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. IDPWA 4ാമത് ജില്ലാ സമ്മേളനം കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് സുനിൽ ജി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. ജില്ലാ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയ സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മസ്റ്ററിംഗ് പോലുള്ള സർക്കാർ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രമല്ല ജനസേവന കേന്ദ്രങ്ങൾക്കും ഓൺലൈൻ സെന്ററുകൾക്കും അനുവദിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. ആവശ്യങ്ങൾ ആരും പരിഹരിക്കാതെ വരുമ്പോഴാണല്ലോ നിങ്ങൾ ഏതിനെ കുറിച്ച് ഓർത്തത്, ഒരു സംഘടനയെ കുറിച്ച് ഓർത്തുപോയത്. തനിയെ ഒന്നോ രണ്ടോ ആളുകൾ തുടങ്ങിക്കഴിഞ്ഞ് ഇവ എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചു വന്നപ്പോഴാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ ഉണ്ടായത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഏതാണ്ടോ 1-2 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ആവശ്യമായി ഞാനിവിടെ കേട്ടത്. അതായത് അക്ഷയ സെന്റർ നമ്മൾ എന്തിനാണ് കൊണ്ടുവന്നത്? വില്ലേജ് ഓഫീസുകളിൽ ഞാൻ തന്നെ ഒരു കൗൺസിലർ ആയിരുന്ന 2010 എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വില്ലേജ് ഓഫീസറും ജനങ്ങളുമായിട്ട് ഇടികൂടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും കല്ലെടുത്തെറിയുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവരിൽ നിന്നൊന്ന് മാറ്റി നിർത്തിയാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ കൂടെ ഇതൊന്ന് നടക്കുമെന്ന് വിചാരിച്ചത്. അക്ഷയയിലോ ഇപ്പൊ പറയേണ്ടതുമില്ല. ഒരുപാട് ക്യൂ നിന്നുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ആളുകൾ. IDPWA സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കോഴിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മസ്റ്ററിംഗ് എല്ലാ അംഗീകൃത കേന്ദ്രങ്ങളിലും സർക്കാർ അനുവദിക്കാൻ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് മൈബ്രദർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഹരി അമ്മൂസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സുനിൽ ജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ബിനേഷ് കുമാർ കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന രക്ഷാധികാരി ആഷ്ലി റാം, സംസ്ഥാന വനിതാ വിംഗ് ചെയർപേഴ്സൺ ഷൈമ ചാത്തന്നൂർ, സംസ്ഥാന സമിതി അംഗങ്ങളായ രഞ്ജീവ് ശേഖർ, അനുചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ, രാഗം രാജേഷ്, ജോയിന്റ് സെക്രട്ടറിമാരായ ലാലാജി, അജിത്ത് എന്നിവർ പങ്കെടുത്തു. പുതിയ ജില്ലാ പ്രസിഡന്റായി ബിനേഷ് കുമാറിനെയും ജില്ലാ സെക്രട്ടറിയായി ഹരി അമ്മൂസിനെയും ജില്ലാ ട്രഷററായി വിനോദ് കുമാറിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ടയിൽ ആവേശം വിതറി BJP ദേശീയ സമിതി അംഗം ഖുശ്ബു. കുന്നത്തൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി രാജീവ് പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ റോഡ് ഷോയിലാണ് ഖുശ്ബു പങ്കെടുത്തത്. കുന്നത്തൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി രാജീവ് പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് BJP ദേശീയ സമിതി അംഗവും നടിയുമായ ഖുശ്ബു സുന്ദർ റോഡ് ഷോയിൽ പങ്കെടുത്തു. 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന പരിപാടി മണ്ഡലത്തിലെ NDA ക്യാമ്പിനെ ആവേശത്തിലാഴ്ത്തി. വൈകിട്ട് ശാസ്താംകോട്ട ആഞ്ഞിലിമൂട്ടിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. ബഹുമാന്യരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്ത പ്രസാരതി കുന്നത്തൂരിന്റെ സൂര്യപുത്രി ശ്രീ രാജീവ് പ്രസാദിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീമതി ഖുശ്ബു നയിക്കുന്ന റോഡ് ഷോ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. സ്ത്രീകളടക്കം പ്രത്യേകം യൂണിഫോം അണിഞ്ഞ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഹരിപ്പാട്ടു നിന്ന് ഹെലികോപ്റ്ററിൽ കൊട്ടാരക്കരയിലെത്തിയ ഖുശ്ബു അവിടെ നിന്ന് കാറിലാണ് ശാസ്താംകോട്ടയിലെത്തിയത്. പ്രിയതാരത്തെ കാണാൻ റോഡിന് ഇരുവശങ്ങളിലും സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനക്കൂട്ടം തടിച്ചുകൂടി. കൈവീശി കാണികളെ അഭിവാദ്യം ചെയ്താണ് തുറന്ന വാഹനത്തിൽ ഖുശ്ബു നീങ്ങിയത്. സ്ഥാനാർത്ഥി രാജപ്രസാദും വാഹനത്തിലുണ്ടായിരുന്നു. 100 കണക്കിന് ബൈക്കുകളും കാറുകളും റാലിയിൽ അണിനിരന്നു.
കേന്ദ്ര പ്രതിനിധി ദീപക് മിശ്ര, ഇലക്ഷൻ കൺവീനർ ജി ഗോപിനാഥ്, മണ്ഡലം പ്രസിഡന്റുമാരായ സന്തോഷ് ചിറ്റേടം, ധനേഷ് പുളിന്താനം എന്നിവർ ഖുശ്ബുവിനൊപ്പമുണ്ടായിരുന്നു. ഭരണിക്കാവ് ജംഗ്ഷനിൽ പ്രകടനം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മഹിളാ സംഗമം സംഘടിപ്പിച്ചു. മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളിയിലാണ് മഹിളാ സംഗമം നടത്തിയത്. മോദിയുടെ കൈകൾക്ക് ശക്തി നൽകുവാൻ കേരളം കൂടി എടുക്കേണ്ടതുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വിജയമായിരിക്കും NDAയ്ക്കുണ്ടാകാൻ പോകുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രീതി നടേശൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകൾക്ക് ശക്തി നൽകുവാൻ കേരളത്തിൽ NDA അധികാരമേറ്റെടുക്കേണ്ടതുണ്ടെന്നും ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വിജയമായിരിക്കും NDAയ്ക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നും പ്രീതി നടേശൻ പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. മോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പേരുമാറ്റി നടപ്പിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും 70 കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപ ചികിത്സാ ധനസഹായം ലഭിക്കുന്ന പദ്ധതി മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടും കേരളം നടപ്പാക്കിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ സെൻസസ് എടുത്ത് നടക്കുകയാണ്. എത്ര പേര് ജയിക്കും, 5 ജയിക്കും, 10 ജയിക്കും, ഇതൊന്നുമല്ല. അവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ഇരുന്നോണ്ടൊന്ന് മർമറി ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ 14 ജില്ലയിലും ബന്ധുക്കളും ആൾക്കാരും ഉണ്ട്. നമ്മളൊന്ന് വിചാരിച്ചാൽ മതി, നമുക്ക് ഈ കേരളം ഇനി പിടിച്ചെടുക്കാം. നിങ്ങളത് ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പറയും പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ടെന്ന്. നമ്മുടെ ഋഷീശന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? രാജസീയ സ്വഭാവമുണ്ട്, ഈശ്വരീയ സ്വഭാവമുണ്ട്. നമ്മൾ ഈശ്വരീയ സ്വഭാവത്തിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ ഈ കേരളത്തിനെ ഒന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥന മതി. നമ്മളെ രക്ഷിക്കും, രക്ഷിക്കും, രക്ഷിക്കും. കുട്ടികളുടെ നല്ല ഭാവിക്ക് വിഭാവനം ചെയ്ത PM ശ്രീ പദ്ധതി ഒപ്പിട്ടിട്ട് ചിലരുടെ സമ്മർദ്ദം കൊണ്ട് പിൻവലിച്ചെന്നും അവർ പറഞ്ഞു. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ധന്യ അനിൽ അധ്യക്ഷത വഹിച്ചു. ബിനിര രാജൻ, ഇന്ദിര രാമചന്ദ്രൻ, ശ്രീജ അശോകൻ, ശാലിനി രാജീവ്, അഡ്വക്കേറ്റ് ജയലക്ഷ്മി, ലതാ മോഹൻ, സജിമോൾ, സജിത, തൊടിയൂർ വസന്തകുമാരി, തൊടിയൂർ രാമചന്ദ്രൻ, VS ജിതിൻ ദേവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്കൂളിൽ നിന്നും കേബിളുകൾ മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. വാളത്തുങ്കൽ സ്വദേശി ഡാനി എന്നറിയപ്പെടുന്ന അജിത്താണ് അറസ്റ്റിലായത്. വാളത്തുങ്കൽ ഗവൺമെന്റ് സ്കൂളിൽ നിന്നും കേബിളുകൾ മോഷ്ടിച്ച കേസിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം വാളത്തുങ്കൽ ഗവൺമെന്റ് സ്കൂളിൽ നിന്നും കേബിളുകൾ മോഷ്ടിച്ച കേസിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാളത്തുങ്കൽ ആക്കോലിൽ ആനത്താഴത്ത് വീട്ടിൽ ഡാനി എന്ന് വിളിക്കുന്ന അജിത്താണ് അറസ്റ്റിലായത്. ഇരവിപുരം, മയ്യനാട് പ്രദേശങ്ങളിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ചെമ്പുപാത്രങ്ങളും ഇലക്ട്രിക് ഉപകരണങ്ങളും ഇയാൾ മോഷ്ടിച്ചതായി പോലീസ് പറഞ്ഞു. ലഹരിക്കടിമയായ പ്രതി ആഡംബര ജീവിതത്തിനും ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനുമായി പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് മോഷണങ്ങൾ നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാളുടെ കൂട്ടുപ്രതിയായ ജോമോനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. പാലത്തറയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഇരവിപുരം SHO പ്രസാദ് ജെയുടെ നേതൃത്വത്തിൽ SIമാരായ ദീപു S, അമൽ പ്രസാദ്, CPOമാരായ അനീഷ്, ഷാൻ അലി, രാജേഷ്, ദീപു എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മെഴുകുതിരി കത്തിച്ച് ഉപരോധം. പേരയം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളാണ് മെഴുകുതിരി കത്തിച്ച് പഞ്ചായത്ത് ഓഫീസ് കവാടം ഉപരോധിച്ചത്. തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്താൻ വൈകിയതിലും അറ്റകുറ്റപ്പണിയിൽ രാഷ്ട്രീയ വിവേചനം കാട്ടുന്നതായും ആരോപിച്ചായിരുന്നു ഉപരോധം. വിളക്കുകൾ കത്തിക്കുന്നതിൽ പക്ഷാപാതം കാട്ടുന്നവരെ നാണക്കേട്, മാനക്കേട്, ഭരണക്കാരെ നാണക്കേട്, പേരയത്തിൻ ഗതികേട്, UDF ഭരണത്തിൽ വെളിച്ചമുള്ള പേരയം. തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്താൻ വൈകിയതിലും ആരംഭിച്ച അറ്റകുറ്റപ്പണിയിൽ രാഷ്ട്രീയ വിവേചനം കാട്ടുന്നതായും ആരോപിച്ചാണ് പേരയം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസ് കവാടം ഉപരോധിച്ചത്. ഡിസംബർ മാസത്തിൽ ചെയ്യേണ്ട അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ആരംഭിച്ചത്. LDF അംഗങ്ങളുടെ വാർഡുകളിൽ മാത്രമാണ് തെരുവ് വിളക്കുകൾ നന്നാക്കുന്നതെന്ന് സമരക്കാർ ആരോപിക്കുന്നു. ആരാധനാലയങ്ങളിൽ പോലും ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ
ഉള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പഞ്ചായത്തിന് മൊത്തത്തിൽ അത് ബാധിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഈ നിശ്ചിതവാരമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ പള്ളികളും പള്ളിയുടെ പരിസരത്തുമുള്ള റോഡുകളും ഒക്കെ വൃത്തിയാക്കി തെരുവിളക്ക് ഇടുകയൊക്കെ ചെയ്ത് നമ്മുടെ ഒരു കടമയായിട്ട് നമ്മൾ ചെയ്തു വന്ന കാര്യമാണ്. അതിനെല്ലാം രാഷ്ട്രീയ പ്രയോജനത്തോടുകൂടി ചെയ്യുന്നില്ലെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. അതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ വാർഡ് 1-ാം വാർഡും എൻ്റെ 16-ാം വാർഡും എന്നൊക്കെ പറയുന്നത് ഉൾനാടൻ തീരദേശം ഏറ്റവും കൂടുതലുള്ള കായലോര പ്രദേശങ്ങൾ ഏറ്റവും കൂടുതലുള്ള 2 ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഒരുപാട് പോയി കിടക്കുക. അപ്പോൾ അതൊക്കെ മെയിൻ്റെനൻസ് ചെയ്യേണ്ട ആവശ്യകത പലപ്പോഴായിട്ട് ഈ ഇത് മെയിൻ്റെനൻസ് ആരംഭിച്ച സമയത്ത് പറഞ്ഞതാണ്. ആവശ്യപ്പെട്ടിട്ട് ഇന്നിപ്പോൾ തിങ്കളാഴ്ചയായി 2 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഈസ്റ്റർ എന്ന് പറയുന്ന ആ കർമ്മങ്ങൾക്ക് തുടക്കമാകാൻ പെസഹാവ്യാഴത്തിനെത്തിയെത്താൻ. അപ്പോൾ അത് പരിഗണിച്ചില്ല. ഒരു ഇത്രയും ഏറെ ക്രൈസ്തവർ വസിക്കുന്ന ഒരു ഏരിയ, തീരദേശ ഏരിയയെ അത് അംഗീകരിച്ചില്ല, പരിഗണിച്ചില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. അത് സാറിന് ഈ അവസരത്തിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഈ ആഴ്ച മുതൽ വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ കുർബാന ഉൾപ്പെടെ രാത്രികാലങ്ങളിലെ ചടങ്ങുകൾ നടക്കുന്നതിനാൽ തെരുവു വിളക്കുകൾ പ്രകാശിക്കാതിരിക്കുന്നത് ജനങ്ങൾക്ക് വലിയ യാത്രാ ദുരിതത്തിന് കാരണമാകുന്നു. UDF ഭരണസമിതിയുടെ കാലത്ത് രാഷ്ട്രീയ വിവേചനമില്ലാതെ 1-ാം വാർഡിൽ നിന്ന് ആരംഭിച്ച് 14-ാം വാർഡിൽ അവസാനിക്കുന്ന തരത്തിൽ സംഖ്യാക്രമത്തിലാണ് പണികൾ ക്രമീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ LDF അംഗങ്ങളുടെ വാർഡുകളിൽ മാത്രം പണി ചെയ്യുന്നതിനെക്കുറിച്ച് കരാറുകാരനോട് കോൺഗ്രസ് അംഗങ്ങൾ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന വാർഡുകളിൽ മാത്രം പണി ചെയ്താൽ മതിയെന്ന് നിർദ്ദേശം ലഭിച്ചതായി. ഇതിനെതിരെയാണ് കോൺഗ്രസ് അംഗങ്ങൾ സമരം സംഘടിപ്പിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് സെക്രട്ടറി കരാറുകാരനോട് വിഷയം സംസാരിക്കുകയും 2 ദിവസത്തിനകം ബാക്കിയുള്ള വാർഡുകളിൽ കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച് പണികൾ പൂർത്തീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി ലോറൻസ്, ലതാ ബിജു, പ്രീത അനിൽ, ഹണിജ മോൾ എന്നിവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നാം തുടർഭരണമുണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. BJPയെയും RSSനെയും അകറ്റി നിർത്തുക എന്നതാണ് ലക്ഷ്യം. ആര് വോട്ട് ചെയ്താലും വേണ്ട എന്ന് പറയില്ലെന്നും ബിനോയ് വിശ്വം. സ്കൂളിൽ നിന്നും കേബിളുകൾ മോഷ്ടിച്ചു. യുവാവ് അറസ്റ്റിൽ. വാളത്തുങ്കൽ സ്വദേശി ഡാനി എന്നറിയപ്പെടുന്ന അജിത്താണ് അറസ്റ്റിലായത്. ശാസ്താംകോട്ടയിൽ ആവേശം വിതറി BJP ദേശീയ സമിതി അംഗം ഖുശ്ബു. കുന്നത്തൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി രാജീവ് പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഖുശ്ബു എത്തിയത്. 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡ് ഷോ. ബസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് KSRTC ബസ് യാത്രികർ. അലിമുക്ക് അച്ചൻകോവിൽ റോഡിലായിരുന്നു സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.